എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമുക്കിന്ന് ജപ്പാന്റെ ഒരു ട്രഡീഷണൽ സ്റ്റിച്ച് കാണാം. അതിൻ്റെ പേരാണ് സാഷിക്കോ സ്റ്റിച്ച്. അപ്പോൾ അതിന് സാഷിക്കോ സ്റ്റിച്ച് തയ്ക്കാൻ അത് പറയപ്പെടുന്നത് ഒരു 16th സെഞ്ച്വറിയിൽ ഉള്ള ആൾക്കാർ അവരുടെ തുണിയിൽ തയ്ക്കാൻ ഉപയോഗിച്ച സ്റ്റിച്ചാണിത്. അത് ഫുൾ ഡ്രസ്സിൽ തയ്ക്കും. അന്നത്തെ കാലത്തൊക്കെ ഒത്തിരി കളർഫുൾ ഡ്രസ്സസ് ഉണ്ടായിരുന്നില്ലല്ലോ, എല്ലാം ഡാർക്ക് കളേഴ്സ്. അപ്പോൾ ഇൻഡിഗോ ബ്ലൂവിലാണ് അവർ കൂടുതൽ തയ്ക്കുന്നത്. ഇൻഡിഗോ ബ്ലൂവിൽ വൈറ്റ് ത്രെഡ് ഇട്ടാണ് തയ്ക്കുന്നത്, അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സിൽ വൈറ്റ് ത്രെഡ് ഇട്ടാണ് അവർ യൂഷ്വലി തയ്ക്കുന്നത്. അപ്പം അതിൻ്റെ ഡിസൈൻസ് എല്ലാം വരുന്ന ഒരു ജോമെട്രിക്കൽ പാറ്റേൺസ് ആണ്. ഈ സ്കെയില് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻസ്, അങ്ങനെ ട്രയാങ്കിൾ, സ്ക്വയർ, അങ്ങനെയുള്ള ഡിസൈൻസ് ആണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ അത് വേറിട്ട് മാറി പൂക്കളുടെ ഷേപ്പിലൊക്കെ വരുന്നുണ്ട്. അല്ല, കൂടുതൽ വരുന്നത് അതിൻ്റെ ജോമെട്രിക്കൽ ഷേപ്സിലുള്ള ഡിസൈൻസ് ആണ്. പിന്നെ അതിന് യൂസ് ചെയ്യാനായിട്ട് സാഷിക്കോ നീഡിലുണ്ട്. നീഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൂളിയൻ നോട്ട് തയ്ക്കാൻ നേരത്ത് ഉപയോഗിക്കുന്ന നീഡിൽ പോലത്തെ ഇവിടെ നീഡിലിൻ്റെ ഐ ബിഗ് ആയിരിക്കണം, ബാക്കിയുള്ള ഭാഗം ചെറുതായിട്ട്, അങ്ങനെയുള്ള നീഡിലാണ് യൂസ് ചെയ്യുന്നത്. ത്രെഡ് പേൾ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്, പേൾ കോട്ടൺ ത്രെഡ്. അതല്ല എന്നുണ്ടെങ്കിൽ ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 4 or 6 strands യൂസ് ചെയ്തിട്ട് തയ്ക്കണം. ഇപ്പോൾ സാഷിക്കോ സ്റ്റിച്ച് ഓൾ ഓവർ ദി ക്വിൽറ്റിൽ തയ്ച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി. ഓരോ സ്ക്വയർ നമ്മൾ സ്ക്വയർ ആയിട്ട് ക്വിൽറ്റ് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സ്ക്വയർസിലും ജോമെട്രിക്കൽ പാറ്റേൺസ് വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് വരും. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷൻ എന്ന് നമുക്ക് പറയാം സാഷിക്കോ സ്റ്റിച്ച്. ഇപ്പോൾ സാഷിക്കോ സ്റ്റിച്ച് യൂസ് ചെയ്ത് നമുക്കൊരു ഇന്നിപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു ഓൾറെഡി സ്റ്റിച്ച്ഡ് കുർത്തയിൽ നമ്മൾ സാഷിക്കോ പാറ്റേൺസ് ആണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് തയ്ക്കുമ്പോൾ, ഈ സാഷിക്കോ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ ഫ്രെയിം വേണമെന്നൊന്നുമില്ല, ഇല്ലാണ്ട് തന്നെ നമുക്ക് തയ്ക്കാം. അതുകൊണ്ട് ഞാൻ ഓൾറെഡി സ്റ്റിച്ച്ഡ് ഒരു കുർത്ത തന്നെയാണ് എടുത്തേക്കുന്നത്, ടോപ്പ്. അതിൻ്റെ അകത്ത് നമുക്ക് ഡിസൈൻ വരച്ച് തയ്ച്ച് നോക്കാം എങ്ങനെ വരുമെന്ന്. അപ്പോൾ നമുക്ക് കാണാം. നമ്മളിവിടെ സാഷിക്കോ സ്റ്റിച്ച് തയ്ക്കാനായിട്ട് 6 strands ത്രെഡാണ് ഉപയോഗിച്ചത്, ആങ്കറിൻ്റെ ത്രെഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിവിടെ തയ്ക്കുമ്പം എന്തോരം തുണി കാണുന്നു അതിൻ്റെ ഡബിൾ ഭാഗം ത്രെഡ് കാണണം. അങ്ങനെയായിരിക്കണം. എന്ന് വെച്ചാൽ ത്രെഡിൻ്റെ ഭാഗം കൂടുതലും തുണി കാണുന്ന ഗ്യാപ്പ് കുറച്ചുമായിരിക്കണം തയ്ക്കുമ്പോൾ കാണേണ്ടത്. അങ്ങനെ വേണം തയ്ക്കാൻ. പിന്നെ ഈക്വലായിട്ട് വന്നം, എന്നാലാണ് കാണാൻ ഭംഗി വരുന്നത്. അതിപ്പം ബൈ പ്രാക്ടീസ് ആദ്യമൊന്നും ചിലപ്പം ഈക്വൽ ലെങ്ത് ഒന്നും തയ്ക്കുമ്പോൾ കിട്ടത്തില്ല, ആ ഗ്യാപ്പെല്ലാം ഈക്വലായിട്ട് വരത്തില്ല. ബൈ പ്രാക്ടീസ് നമുക്ക് ഈക്വൽ ലെങ്ത് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ ഇതുവരെ ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുത്തി താത്തിയെടുക്കുക, പിന്നെ പൊക്കിയെടുക്കുക, അങ്ങനെ തയ്ച്ചാൽ മതി. അതല്ല ഒരുമിച്ച് തയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്ച്ചു തീർക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യാൻ ആദ്യം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊക്കിയെടുത്തിട്ട് പിന്നെ താത്തിയിട്ട് പിന്നെ അടുത്ത സ്ഥലത്ത് പൊക്കിയെടുക്കുക, എന്നിട്ട് താത്തുക, അങ്ങനെ തയ്ച്ചാലും മതി. ഇപ്പം നമ്മൾ ഈ ഒരു ലൈൻ ഫ്രെയിം ഇട്ട് തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലെ ഫുള്ളും നമ്മൾ തയ്ച്ച് തീർക്കണം. നമ്മൾ ഈ ഒരു സൈഡും കൂടെ ഞാൻ ഒന്നുകൂടെ ഫ്രെയിം ഇട്ട് തയ്ച്ചു കാണിക്കണം എങ്ങനെയാണ് തയ്ക്കണേന്നുള്ളത്. അപ്പം ഇതുപോലെ ഈക്വൽ ഡിസ്റ്റൻസിൽ എടുത്തിട്ട് തയ്ക്കുക. അപ്പം നമുക്ക് ഫ്രെയിം ഇല്ലാണ്ട് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഫ്രെയിം ഇല്ലാണ്ട് തയ്ക്കുമ്പോൾ നമ്മൾ തുണി ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിച്ചാൽ മതി. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി. ബാക്കിയെല്ലാം സെയിം ആണ്, എടുക്കുന്നതെല്ലാം ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
വലിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിപ്പോൾ ഫ്രെയിം ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി അങ്ങ് നൂല് വലിക്കരുത്. എന്നിട്ട് ഇങ്ങനെ തുണി ഇങ്ങനെ ചുരുണ്ടുകൂടി വരും ഫ്രെയിം ഇല്ലാത്തതുകൊണ്ട്. അതൊന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു വെച്ചാൽ മതി, ശരിയായിക്കോളും. നമ്മൾ ഒത്തിരി അങ്ങ് വലിച്ചിട്ടുണ്ടെങ്കിൽ തുണി ഇങ്ങനെ ചുളുങ്ങി വരും. അപ്പോൾ അത് ഒത്തിരി ത്രെഡ് പിടിച്ച് വലിക്കേണ്ട ആവശ്യമില്ല, പയ്യെ ഒന്ന് വലിച്ചാൽ മതി. അങ്ങനെയാണ് ഫ്രെയിം ഇല്ലാണ്ട് ഇത് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ സാഷിക്കോ സ്റ്റിച്ച് വെച്ചിട്ട് ഈ ജോമെട്രിക്കൽ പാറ്റേൺ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒന്ന് ഇട്ട് കാണാം എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പോൾ സാഷിക്കോ സ്റ്റിച്ച് വെച്ചിട്ട് ഒരു പ്ലെയിൻ ടോപ്പ് നമ്മൾ ഇവിടെ സെൻറ്ററിലൊരു ജോമെട്രിക്കൽ പാറ്റേൺ തയ്ച്ചു. ഇത് ഓൾമോസ്റ്റ് തയ്ക്കാനായിട്ട് ആകെ 45 മിനിറ്റ്സ് ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ ബിഗിനേഴ്സിന് വരെ എളുപ്പത്തിൽ തയ്ച്ചു തീർക്കുക. അവർക്ക് മേ ബി 1 hour അല്ലെങ്കിൽ അതിൽ കൂടുതലോ മേ ബി ബിഗിനേഴ്സിന് എടുക്കുമായിരിക്കാം. എന്നാലും അത് പെട്ടെന്ന് തയ്ച്ചു കഴിയും. അത് നല്ലതായിട്ട് വരുമ്പോൾ ബിഗിനേഴ്സിന് ഒരു കോൺഫിഡൻസ് തന്നെ കിട്ടും. ഇനിയും തയ്ക്കാനായിട്ട് ഒരു കോൺഫിഡൻസ് ലെവൽ അവരുടെ കൂടും. അപ്പം ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ഇങ്ങനത്തെ സ്റ്റിച്ച് ആദ്യം തന്നെ തയ്ച്ച് എവിടെയെങ്കിലും അവരുടെ കുർത്തയിലോ സാരിയിലോ എവിടെയാണെന്ന് വെച്ചാൽ തയ്ക്കുവാണെങ്കിൽ ഒരു പിന്നെ തയ്ക്കണം എന്നൊരു ആഗ്രഹം തോന്നും, ആദ്യത്തെ തയ്ച്ച് നന്നായി വന്നതുകൊണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ടോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു ബോർഡ് നെക്ക് ടോപ്പാണ്. അതിൻ്റെ അകത്ത് സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒരു ജോമെട്രിക്കൽ പാറ്റേൺ തയ്ച്ചിരിക്കുന്നു. പിങ്കിൻ്റെ അകത്ത് ഒരു വൈറ്റ് കളർ ത്രെഡ് ഇട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാഷിക്കോ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ക്വിൽറ്റിൽ തയ്ക്കാം, ബെഡ്ഷീറ്റിൻ്റെ ഓൾ ഓവർ ബെഡ്ഷീറ്റ് തയ്ക്കാം. ഇതെല്ലാം സൈഡിൽ കൂടെ ഓരോ ജോമെട്രിക്കൽ പാറ്റേൺസ് വേണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം. ക്വിൽറ്റിക്കാണെങ്കിൽ ഫുള്ളും തയ്ക്കുവാണെങ്കിൽ കുറച്ച് സമയം എടുക്കും, പക്ഷെ എന്നാലും ഫുള്ളും തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. 6 strands ഉപയോഗിച്ച് തന്നെ തയ്ക്കുക. ആങ്കറിൻ്റെ ത്രെഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പേൾ കോട്ടൺ ത്രെഡ് ഇട്ട് തയ്ക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണും അമർത്തുക. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.